ഗോവിന്ദസ്വാമിയുടെ ജയിൽ ചാട്ടം അറിഞ്ഞില്ല എന്ന സഹതടവുകാരന്റെ മൊഴി ശരിയെന്ന് വിലയിരുത്തൽ. തമിഴ്നാട്ടുകാരനായ ഇയാൾ മാനസിക രോഗിയാണെന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചു. ഡ്യൂട്ടി സമയത്തുണ്ടായിരുന്ന ഉദ്യോഗസ്ഥരുടെ മൊഴി രേഖപ്പെടുത്തി. അനന്തകൃഷ്ണൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അനന്തൻ, കൂടെ ഉണ്ടായിരുന്ന പ്രതി മാനസിക രോഗത്തിന് മരുന്ന് കഴിക്കുന്നയാളാണ്. അതുകൊണ്ട് മരുന്ന് കഴിച്ച് ഉറങ്ങിപ്പോയി. സ്വാഭാവികം, അതങ്ങനെ തന്നെ ആയിരിക്കാം. പക്ഷേ രാത്രിയിൽ ഈ അതീവ സുരക്ഷാ ബ്ലോക്കിൽ കഴിയുന്ന പ്രതികളൊക്കെ അങ്ങനെ തന്നെ ഉണ്ടോ? അല്ലെങ്കിൽ അവിടെ ഈ സെല്ലിന്റെ കമ്പിയൊക്കെ എന്തെങ്കിലും തകരാറുണ്ടോ? അതൊക്കെ ഇടയ്ക്ക് തട്ടി നോക്കുന്ന ശീലം അങ്ങനെയൊക്കെ പാറാവുകാർ ചെയ്യാറില്ലേ? പരിശോധിക്കുന്ന സുരക്ഷാ ഉദ്യോഗസ്ഥർ ചെയ്യാറില്ലേ? ഈ ജീവനക്കാരുടെ കുറവ് എന്നതൊരു വലിയ കാര്യമായി റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. പക്ഷെ കുറവുണ്ട് എന്നതാണ്. ആ കുറവ് കൊണ്ട് ഇതൊന്നും ന്യായീകരിക്കാൻ കഴിയുന്നതാണെന്ന് തോന്നുന്നില്ല. മോദി, കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് ഗോവിന്ദസ്വാമി രക്ഷപ്പെട്ടതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ദുരൂഹതകളുണ്ട്, ഒരുപാട് സംശയങ്ങളുണ്ട്, കൂടിച്ചേരാത്ത ഒരുപാട് വസ്തുതകളുണ്ട്. അതിലൊന്നാണ് ഗോവിന്ദസ്വാമി ഇത്ര ദിവസമായി ആ ജയിൽ മുറിയിൽ ഈ രക്ഷപ്പെടാനുള്ള ആസൂത്രണങ്ങൾ ചെയ്യുമ്പോൾ അത് സഹതടവുകാരൻ അറിഞ്ഞില്ലേ എന്നുള്ള ചോദ്യം. മാത്രമല്ല, അന്ന് ജയിൽ ബ്രേക്ക് ചെയ്ത് പുറത്തു വരുമ്പോൾ ഇയാൾ ശബ്ദമൊന്നും കേട്ടില്ലേ എന്നുള്ള ഒരു സംശയം പൊതുവെ ഉയർന്നിട്ടുണ്ട്. ഇന്നലെ ഈ ജയിലിലെ സഹതടവുകാരനായ ആളെ DIGയുടെ നേതൃത്വത്തിൽ ചോദ്യം ചെയ്തിരുന്നു. അയാളുടെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. അപ്പോൾ അയാൾ പറഞ്ഞത്, ഞാൻ ഉറങ്ങിപ്പോയി, അതുകൊണ്ട് ശബ്ദമൊന്നും കേട്ടില്ല, ഇയാൾ രക്ഷപ്പെടുന്നത് അറിഞ്ഞിട്ടുമില്ല എന്നുള്ളതാണ്. നമ്മൾ പ്രാഥമികമായി ഈ ജയിൽ അധികൃതരുമായി സംസാരിക്കുമ്പോൾ അവർ പ്രാഥമികമായി പറയുന്നത് അയാളുടെ മൊഴിയിൽ അപാകത ഇല്ല എന്ന് തന്നെയാണ്. കാരണം അയാൾക്ക് മാനസികാരോഗ്യ പ്രശ്നമുണ്ട്, അതിനുവേണ്ടി മരുന്ന് കഴിക്കുന്ന ആളാണ്. എല്ലാ ദിവസവും രാത്രിയിൽ ഈ മാനസികാരോഗ്യത്തിന് വേണ്ടിയുള്ള മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ അയാൾ ഉറങ്ങിപ്പോകും. പിന്നീട് ഒരു അബോധാവസ്ഥയിലാകും അയാളുടെ സ്ഥിതി എന്നുള്ളതാണ്. അതുകൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള ശബ്ദമോ മറ്റെന്തെങ്കിലും അസ്വസ്ഥതകളോ ഉണ്ടായാൽ അയാൾ ഉറക്കം വിട്ട് എഴുന്നേക്കാറില്ല എന്നാണ് അവിടുത്തെ അന്വേഷണത്തിൽ ജയിൽ ഉദ്യോഗസ്ഥർക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് DIG നടത്തിയ അന്വേഷണത്തിൽ ബോധ്യപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് അയാളുടെ മൊഴി ശരിയാകാനാണ് സാധ്യതയെന്നാണ് ഇപ്പോൾ ജയിൽ അധികൃതർ പറയുന്നത്. മാത്രമല്ല, എല്ലാ ദിവസവും രാത്രിയിലാണ് ഈ അഴിയിറക്കുന്ന ഒരു കാര്യം ഈ ഗോവിന്ദസ്വാമി ചെയ്തുകൊണ്ടിരുന്നത്. അതൊരു പക്ഷേ ഈ സഹതടവുകാരൻ മരുന്ന് കഴിച്ച് ഉറങ്ങിയ ശേഷമായിരിക്കും എന്നുള്ള വിലയിരുത്തൽ കൂടിയാണ്. ഈ സഹതടവുകാരൻ എന്ന് പറയുന്നത് ഒരു തമിഴ്നാട്ടുകാരനാണ്. അയാളൊരു തീവെപ്പ് കേസിലെ പ്രതിയാണെന്നാണ് ജയിൽ ഉദ്യോഗസ്ഥർ പറയുന്നത്. അയാളുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്.